ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ നമ്മുടെ തിരുസുതൻ്റെ പിറവിക്കായി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് ഇന്ന് നമ്മെ സുവിശേഷത്തിലൂടെയും ആദ്യ വായനയിലൂടെയും എല്ലാം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ 2 വായനകളും മനുഷ്യ ചിന്തയ്ക്കും വിചാരങ്ങൾക്കും മുകളിൽ ദൈവത്തിന് എന്തും ചെയ്യാം, എന്തും ചെയ്യാൻ സാധിക്കും എന്നതിന് ഉദാത്തമായ ഉദാഹരണമാണ്. ഇന്നത്തെ ആദ്യ വായനയിൽ ദാൻ ഗോത്രക്കാരനായ മനോവായുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനുഗ്രഹത്തെ പറ്റി പറയുന്നുണ്ട്. എന്നാൽ നാം സുവിശേഷത്തിലോട്ട് പോകുമ്പോൾ സക്കറിയായുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനുഗ്രഹത്തെ അതിമനോഹരമായി എടുത്തു കാട്ടുന്നു. എന്നാൽ ഇവരുടെ 2 പേരുടെയും മനോഭാവം എന്നത് നാം ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ദാൻ ഗോത്രക്കാരനായ മനോവായോട് ദൂതൻ പറയുന്ന ഇപ്രകാരമാണ്: നിന്റെ ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന്, നിന്റെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകുമെന്ന് അവൻ വിശ്വസിച്ചു. ദൈവ അനുഗ്രഹം അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ സക്കറിയായോട് ദൂതൻ പറഞ്ഞപ്പോൾ അവൻ വിശ്വസിച്ചു. എന്നാൽ അവിടെ ഒരു ചോദ്യം ആനയിക്കുന്നുണ്ട്: ഞാൻ ഇതെങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളും. സ്നേഹം നിറഞ്ഞവരെ, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മനോവാം വിശ്വസിച്ചു, ദൈവാനുഗ്രഹമുണ്ടായി. സക്കറിയ വിശ്വസിച്ചു, ദൈവ അനുഗ്രഹമുണ്ടായി. എന്നാൽ സക്കറിയ മൂകനായി മാറി. ദൈവ അനുഗ്രഹം അവൻ്റെ ജീവിതത്തിൽ നടക്കുന്നതിന് മുമ്പ് അവൻ്റെ അവിശ്വാസം മൂലം അവന് സംസാരിക്കാൻ സാധിക്കാതെ വന്നു. എപ്പോൾ ദൈവം അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം നൽകിയോ അപ്പോഴാണ് അവൻ്റെ വായ് വീണ്ടും തുറക്കപ്പെടുന്നത്. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അനുഗ്രഹങ്ങൾ എന്നെ തേടി വരുമ്പോൾ, ദൈവകൃപ എന്നെ പക്കലേക്ക് വരുമ്പോൾ, ദൈവകൃപ എന്നെ തേടി വരുമ്പോൾ